രേവതിയുടെ സച്ചിയുടെയും ഒരു പ്രമോ കഥയിലേക്ക് സ്വാഗതം. പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയൊക്കെയാണ്. അവരുടെ ഒരു ഫസ്റ്റ് നൈറ്റൊക്കെയാണോ, കല്യാണം കഴിഞ്ഞ് വന്നൊരു ഫസ്റ്റ് നൈറ്റൊക്കെയാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര സ്വപ്നം കാണും, ഏത് രീതിയിൽ നടക്കണം, ഒരു വെസ്റ്റേൺ കൾച്ചർ രീതിയിലൊക്കെയാണ് ശ്രുതി സ്വപ്നം കാണുന്ന ഫസ്റ്റ് നൈറ്റ്. ശ്രുതിയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ശ്രുതിക്ക് പ്രശ്നം രീതിയാണ്. പക്ഷേ ശ്രുതി നല്ല സന്തോഷവതിയൊക്കെ തന്നെയാണ്. നവീൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇപ്പോഴും നവീനെക്കുറിച്ച് വേറെ ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രുതി നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഈ സാരി കൊടുത്തിട്ടാണ് അവൾ സാരി കൊടുത്ത് കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ ഗ്ലാസ്സിൽ പാലൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ്, ശ്രുതി ഇതൊന്നും വേണ്ട, നമുക്കൊരു നിനക്ക് നല്ലൊരു ഡ്രസ്സ് കരുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ടാൽ മതി, നമുക്കൊരു വെസ്റ്റേൺ കൾച്ചർ നല്ലത്, ഒരു അമേരിക്കൻ സ്റ്റൈലൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുവാണ്. അങ്ങനെ അവൻ റൂമൊക്കെ അലങ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ റൂമൊക്കെ അലങ്കരിക്കുവാണ്. ശ്രുതിക്കാണ് ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ആട്ടോ കൊടുത്തത്. നല്ല ഭംഗിയായിട്ടാണ് ശ്രുതി റെഡിയായിട്ട് ഒരുങ്ങിയൊക്കെ വരുന്നത് കാണിക്കുന്നത്. ശ്രുതിയുടെയും കുറേ റൊമാൻറ്റിക് രംഗങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ രേവതി കാണിക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കാൻ ചെന്നിട്ട് അവർ രവീന്ദ്രനോട് ചോദിക്കുന്നു, ചായ വേണോ, കോഫി എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയും ഇങ്ങനെ അത് ഞാൻ കുടിച്ചാന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും ചന്ദ്രമതി ചോദിക്കും, അതെന്താ എന്നോട് ചോദിക്കാതെ, നിനക്കെന്താ എനിക്ക് എടുത്തുകൊണ്ട് തന്നൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചന്ദ്രമതിക്കൊക്കെ ചായ കോഫിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കി, സ്പെഷ്യൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇന്ന് ഞാൻ പൂരിയ ഉണ്ടാക്കിയെന്ന് പറയും. അതെന്താ നീ അങ്ങനെ ഉണ്ടാക്കിയത്, ശ്രുതിമോളുടെ ഇഷ്ടം നോക്കി വേണ്ട ഇവിടെ കുക്ക് ചെയ്യാനായിട്ട്, ഇന്ന് ശ്രുതി നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലേ, അപ്പം നീ അവളുടെ ഇഷ്ടത്തിന് വേണം നിൽക്കാൻ, അവളോട് ചോദിച്ചിട്ട് മതിയായിരുന്നു നീ കുക്ക് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പറയാം, ശ്രുതി എഴുന്നേറ്റ് വന്നില്ലല്ലോ, സമയം ഇത്രയും, ഞാൻ അവർ വന്ന് ചോദിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും സമയം എപ്പോഴാകും, ഇവിടെ ബാക്കി എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ അച്ഛമ്മയും പറയുന്നുണ്ട്, ശരിയാ, രവീന്ദ്രനും ഇടപെടുക, പിന്നെ ചന്ദ്രമതിക്ക് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. രേവതിയുടെ സച്ചിയുടെയും കുറേ ചടങ്ങുകളൊക്കെ നടത്താനുണ്ടായിരുന്നല്ലോ, അതൊക്കെ അവരെല്ലാവരും കൂടി നടത്തുന്നുണ്ട്. രവീന്ദ്രനും അവരുടെ അച്ഛമ്മയൊക്കെ കൂടി ഇങ്ങനെ രേവതിയുടെ സച്ചിയുടെയും കുറേ ചടങ്ങുകളൊക്കെ നടത്താൻ കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ ചടങ്ങുകളെല്ലാം നടത്തുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുടത്തിൽ മോതിരം പോയതെടുത്തിട്ട് തപ്പ് എടുക്കുന്നതും അന്നേരപ്പോഴത്തേക്കും അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ സച്ചി പറയും, കണ്ടോ എനിക്കാ കിട്ടിയെന്ന്. അപ്പോൾ അവർ പറയില്ല, രേവതി അല്ല വിട്ടുകൊടുത്തുകൊണ്ടാണ് നിനക്ക് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ അവരുടെ അച്ഛമ്മ പറയുന്നതും അങ്ങനെ അവരുടെ കുറേ ചടങ്ങുകളൊക്കെ നടത്തുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ശ്രുതിയാണ് രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഒരുങ്ങിയൊക്കെ വരും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ശ്രുതിനെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് സമയം എന്താ എല്ലാവരും നേരം വിളിച്ച് എഴുന്നേറ്റ്, പക്ഷേ ശ്രുതി എഴുന്നേറ്റൊന്നും വന്നില്ല അത്രയും നേരമായിട്ട്. പക്ഷേ റെഡിയൊക്കെ ആകാൻ തുടങ്ങും. അതിന് മുന്നേ സച്ചി ഒന്ന് വിളിക്കാൻ തുടങ്ങുന്നുണ്ട് അവരുടെ റൂമിൽ. അപ്പോഴത്തേക്കും സച്ചി ഒന്ന് വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ പറയും, നീ എന്തായി കാണിക്കുന്നത്, അവർ ഉറങ്ങുമല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സ് അവിടെ ഉണ്ട്, നിൻ്റെ ഡ്രസ്സൊക്കെ വേണമെന്ന് ഇന്നലെ എടുക്കണം, അവരുടെ മുറി ചെന്ന് നീ വിളിക്കരുത് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. അപ്പോഴത്തേക്കും പറയും, എനിക്കെന്നെ ഡ്രസ്സ് എടുക്കത്തില്ലെന്ന് ചോദിച്ചിട്ട് സച്ചി ഒന്ന് അവരുടെ റൂം തുറക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഉദ്ദേശിച്ചു, ഇവനെന്നെ ഒരു ബോധമില്ലാത്തവൻ, ഇവനെന്നെ ഈ ബോധമില്ലാത്ത പണിയൊക്കെ അങ്ങനെയൊക്കെ ചന്ദ്രമതി ദേഷ്യപ്പെടും കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയും, സച്ചിയോട് പറയും, നീ അവരുടെ റൂമൊന്ന് പോയി തള്ളി തുറക്കാൻ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചിനോട് പറയും, നീ എന്താണ് വെയിറ്റ് ചെയ്യാൻ പറയും, എന്താണ് നിനക്ക് എടുക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് ഇങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശ്രുതി എഴുന്നേറ്റ് ഇങ്ങനെ രാവിലെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, കുറച്ച് നേരം കൂടെ എഴുന്നേക്കണ്ടാവും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയും, ഇത്രയും സമയമായില്ലേ, എല്ലാവരും എന്തു പറയും, അങ്ങനെ മോശമല്ലേ, നമുക്ക് എഴുന്നേക്കാം, നമുക്ക് ചെല്ലാം, റെഡി ആയിട്ട് നമുക്ക് താഴത്തേക്ക് ചെല്ലാം, നമുക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ എന്ന് പറയുന്നു. അങ്ങനെ അവരെയൊക്കെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ശ്രുതിയും കൂടെ ചന്ദ്രമതി പറഞ്ഞിങ്ങനെ റെഡിയായിട്ട് അവർ ഇറങ്ങി വരുന്ന കേട്ടോ കാണിക്കുന്നത്. പിറ്റേ ദിവസം ശ്രുതിയുടെ അമ്മ രവതിനെ വിളിക്കുന്നതും വിശേഷ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ വേറൊന്നും പറയുന്നൊന്നുമില്ല, ഇങ്ങനെ എല്ലാ വിശേഷമൊക്കെ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് അവിടെ, ശ്രുതിമോക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട്, കാണിക്കുന്നൊക്കെയുണ്ട്. അതേസമയം പിന്നെ കാണിക്കുന്നുണ്ട് ദേവുവിനെയും ശരത്തിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്, എല്ലാവരെയും ഇങ്ങനെ വർഷേനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ വന്നിരുന്നിട്ട് പൂരിയാണെന്ന് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ പൂരിയൊക്കെ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ കഴിക്കാന്ന് ചോദിക്കുമ്പോൾ പറയും, പൂരിയാന്ന് പറയും. അയ്യോ, പൂരി എനിക്കിഷ്ടമല്ല, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയും. അതെന്താ മോളെ, പൂരിയൊന്നും എണ്ണപ്പലഹാരമില്ല, അതൊന്നും അധികം കഴിച്ചാൽ കൊള്ളില്ല, എനിക്കാണ് പിമ്പിൾ വരും, ഞാൻ ഇച്ചിരി ബോഡിയൊക്കെ നോക്കുന്ന ആളാണ്, ഇതൊന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ ചോദിക്കും, അത് വേണ്ടേ മോൾക്ക്, അത് വേണ്ടേ, ഇല്ല എനിക്ക് വേറെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ എന്താ മോൾ ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കോളാം, നല്ല ജ്യൂസാണ്, നല്ല ഗുണമുള്ളൊരു ജ്യൂസാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പറയും,
അപ്പോഴത്തേക്കും ശ്രുതിനോട് എല്ലാവരും ചോദിക്കും നീ കഴിക്കുന്നില്ല, ഇല്ല എനിക്കും വേണ്ടാന്ന് പറയും. അങ്ങനെ ചന്ദ്രമതിയും പറയും എനിക്കും വേണ്ട, എനിക്ക് ശ്രുതിമോൾ ഉണ്ടാക്കുന്ന നല്ല ജ്യൂസ് മതി, ഇനി ഞാൻ ശ്രുതിമോൾ കഴിക്കുമ്പോൾ അങ്ങനെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഞാനും കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കണ്ടില്ലേ പൂരിയൊക്കെ എണ്ണയിൽ വറുത്താതൊന്നും അധികം കഴിക്കാനൊന്നും കൊള്ളത്തില്ല, അതൊന്നും ഈ രേവതിക്ക് അറിയില്ല. രേവതി ഇങ്ങനെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുള്ളൂ. രേവതിക്ക് അതിനെക്കുറിച്ചൊന്നും അങ്ങ് അറിവൊന്നും ഇല്ല, രേവതിക്കൊന്നും ഒരു ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പറയാണ്. അങ്ങനെ ശ്രുതിയും കൂടെ ജ്യൂസ് ഉണ്ടാക്കാൻ കയറുവാണ്. അതിലേതാണ്ട് ആപ്പിളോ ഏതാണ്ട് എല്ലാം കൂടി ഇട്ട് അവർ അടിച്ച് ക്യാരറ്റോ ഒക്കെ ഇട്ട് ജ്യൂസ് ഉണ്ടാക്കുവാണ്. ജ്യൂസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ശ്രുതിക്കാണെങ്കിൽ അത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ചന്ദ്രമതിക്കും അത് കുടിക്കാൻ ഭയങ്കര പാട്. എന്നിട്ട് പക്ഷേ അവർ കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഇഷ്ടമല്ലാതെ രണ്ടുപേരും ശ്രുതി എന്ത് വിചാരിക്കുമെന്നോർത്ത് ശ്രുതിയും ചന്ദ്രമതി അത് കുടിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ ആ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ അവർ നോക്കിയപ്പോൾ അത് ഹെൽത്തിന് നല്ലതാണ്, ജ്യൂസാണല്ലോ, അതുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുവാണ്. അതിനുശേഷം അവരിങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങും കേട്ടോ. ചന്ദ്രമതിയുടെ കൂട്ടുകാർ വിളിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ. ഇപ്പം നീ എന്താ ലേറ്റ് ആയെന്ന് ചെയ്യുന്നല്ല, അവർ വരണ്ടേ, അവർ വന്നിട്ട് വേണം ഞാൻ വരാം എന്നുള്ള രീതിയിലൊക്കെ പറയണം. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതേസമയം ഈ സച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിനാൻസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശയൊക്കെ കൊടുക്കേണ്ട സമയമായി. ഈ പലിശ കൊടുക്കേണ്ട ആ പൈസ അത്രയുള്ള പൈസയൊന്നും സച്ചിയിൽ ആ മാസം ആയില്ല. അപ്പോൾ ആ മാസം കൊടുക്കേണ്ട പൈസയുണ്ട്. അപ്പം വിചാരിക്കുന്നുണ്ട് രേവതിനെയും കൂട്ടി പോകാം, അന്നേരം രേവതിയിൽ കൊടുത്തു വിടാം, എന്നിട്ട് രേവതിയുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ സമ്മതിച്ചാലോ, അപ്പോൾ രേവതിയുടെ കയ്യിൽ പൈസ കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ രേവതിക്ക് ഇതൊന്നും മനസ്സിലായി. അപ്പോൾ രേവതി ഞാനിങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയും ചച്ചിയും കൂടെ അമ്പലത്തിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇവർ ഈ അമ്പലത്തിൽ പോകുന്ന അങ്ങനെ രേവതിയുടെ അടുത്ത് പറയും നീ കൊടുക്കണം. അങ്ങനെ സച്ചി അവിടെ മാറി നിന്നിട്ട് രേവതിയിൽ പൈസ കൊടുത്തുവിടും. അപ്പോൾ ഈ ഫിനാൻസർ ഈ പൈസയൊക്കെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും പലിശയൊക്കെ കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പൈസയൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ചോദിക്കും സച്ചി എന്ത് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ രേവതിയിൽ നിന്ന് പൈസയൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ ഈ സച്ചി ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് ഇയാൾ കാണും. അപ്പോൾ ഇയാൾ ചെന്ന് വെച്ച് സച്ചിനോടും രേവതിനോടും കൂടെ പറയും നീ എപ്പോഴാണേലും എനിക്ക് പൈസയൊക്കെ കറക്റ്റായിട്ട് തരുന്നതല്ലേ, നീ പിന്നെ എന്തിനാ ഒരു മാസം ഇല്ലെന്ന് ഓർത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് രേവതിയുടെ സച്ചിയുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ ഭയങ്കര സംസാരിച്ചൊക്കെ നിൽക്കുവാണ്. ഇവർക്ക് പൈസ പലിശയ്ക്ക് കൊടുത്ത ആൾ. അതേസമയം ഈ ചന്ദ്രമതിക്കും ഇയാളുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചത്. പക്ഷെ ചന്ദ്രമതി മുന്നത്തെ പൈസ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചന്ദ്രമതിനെ ഇയാൾ അവിടെ വെച്ച് കാണും കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്രമതി നോക്കുമ്പോൾ ഈ രേവതിയുടെ സച്ചിയുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നതാണ് ചന്ദ്രമതി കാണുന്നത്. അപ്പോൾ ചന്ദ്രമതി വിചാരിക്കും ദൈവമേ ഇനി ഇവർ പറഞ്ഞോ, ഇനി പൈസയുടെ കാര്യം പറഞ്ഞോ. അത് ചന്ദ്രമതി മാറി നിന്ന് നോക്കും കേട്ടോ ഇതൊക്കെ. അതിനുശേഷം ചന്ദ്രമതിനെ കാണുമ്പോൾ ചന്ദ്രമതിയുടെ പൈസ എത്ര കറക്റ്റ് വേഗം തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും. കാരണം ഞാൻ ആ സ്വർണ്ണം ഒന്നും തിരിച്ച് തരത്തില്ല, എനിക്ക് എത്രയും വേഗം നിങ്ങൾ തരാനുള്ള പൈസ, നിങ്ങൾ 2 മാസം നിങ്ങൾ എന്നെ പറ്റിച്ച് നടക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് അയാൾ ദേഷ്യപ്പെടും കേട്ടോ. പൈസ എത്രയും വേഗം തരണമെന്ന് പറഞ്ഞ് ചന്ദ്രമതിക്ക് പൈസ കൊടുക്കാനില്ല. അങ്ങനെ ചന്ദ്രമതി ആകെ നിവർത്തിയില്ലാതെ ഒരു രക്ഷയില്ലാതെ ശ്രുതിയുടെ അടുത്ത് എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യോ അമ്മ എൻ്റെ അത്ര പൈസയൊന്നുമില്ല, കുറച്ച് പൈസ കാണും, എന്നാലും അമ്മയ്ക്ക് കൊടുക്കാനുള്ള അത്ര പൈസയൊന്നുമില്ല, നീ വേണം എൻ്റെ ഈ ഗോൾഡ് ഉണ്ട്, ഈ വള വേണമെങ്കിൽ അമ്മ വെച്ചോളാൻ പറഞ്ഞിട്ട് വള ഊരാൻ നോക്കുക കേട്ടോ. പക്ഷേ വള ഊരി കൊടുക്കാനുള്ള ഇഷ്ടത്തോടെയൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ ഊരുന്നതായിട്ട് കാണിയത്. അപ്പോഴത്തേക്ക് ശ്രുതി നിൻ്റെ കയ്യിൽ കിടക്കുന്ന വള ഊരുമൊന്നും വേണ്ട, അമ്മ ഇപ്പോൾ എവിടെ നിന്നാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കി കൊടുത്തോളൂ, നിൻ്റെ കയ്യിൽ കിടക്കുന്ന വളയൊന്നും ഊരണ്ട എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി വിചാരിക്കും അയ്യോ എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് ചന്ദ്രമതിക്കുണ്ട്. പക്ഷെ എന്നാലും ചന്ദ്രമതി പറയും വേണ്ട മോളെ, എന്നാൽ വേണ്ട, ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ശ്രുതിയുടെയും കയ്യിൽ നിന്ന് ചന്ദ്രമതിക്ക് പണിയൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിക്ക് അത് മനസ്സിലായാലും ചന്ദ്രമതിയുടെ അങ്ങനെ അത് പുറത്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കും എന്നിട്ട് നിനക്കെന്താടി ചന്ദ്രമതി അവർ പൈസ തന്നില്ലെന്ന് ചോദിക്കും. ഞാൻ അവളുടെ പൈസയെ അവളെനിക്ക് ഇങ്ങനെ ഗോൾഡ് തന്നു, പക്ഷേ അത് ശരിയല്ലല്ലോ, അവളുടെ അച്ഛനൊക്കെ വരുമ്പം കാണുമ്പോൾ അവളുടെ കയ്യിലൊന്നുമില്ല, ഞാനതെല്ലാം മേടിച്ച് വെച്ചതായിട്ട് ഓർക്കില്ലേ, ഞങ്ങൾ വല്ല സ്വർണ്ണം എടുത്താന്ന് തോന്നില്ലേ, അതൊരു മോശമല്ലേ, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തൊന്നും മേടിച്ചില്ല, പൈസ മേടിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിയാണെങ്കിൽ ആ സ്വർണ്ണം കൊടുക്കാൻ ശ്രുതിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല, അമ്മ കൊടുത്തു. അങ്ങനെയാണ് ചന്ദ്രമതി ആകെ പെട്ടിരിക്കും കേട്ടോ. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നല്ല. അപ്പോൾ ചന്ദ്രമതി വിചാരിക്കുമോ ലാസ്റ്റ് ചന്ദ്രമതിയുടെ കയ്യിൽ കിടന്ന വളയൂരി അവിടെ പണയം വെച്ചിട്ട് ആ പൈസ അടയ്ക്കും കേട്ടോ. ആ മാസത്തെ പൈസയൊക്കെ അടയ്ക്കുവാണ്. അപ്പോൾ ചന്ദ്രമതിനെ സഹായിക്കാൻ ശ്രുതിയൊന്നും എത്തണില്ല. എന്നാലും ശ്രുതി പറയുന്നുണ്ട് അമ്മ നമ്മൾക്ക് വേണ്ടി ചെയ്തതല്ലേ, അപ്പം നമുക്ക് ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശ്രുതി സമ്മതിക്കത്തില്ല. പിന്നെ അവരുടെ അച്ഛമ്മയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചൊക്കെ പോവുകയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ എന്നിട്ട് ഞാൻ പോയിട്ട് ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ചന്ദ്രമതി നല്ല അവസരമാക്കി എടുത്തിട്ടുണ്ട്. എങ്കിൽ രേവതിക്ക് നല്ല പണിയൊക്കെ കൊടുക്കാനും രേവതിക്ക് പണി കൊടുക്കാൻ കിട്ടിയ അവസരമാണെന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആഴ്ചത്തെ ഈ രീതിയിലാണ് കഥയുടെ പോക്ക്.